അടുത്ത മോർണിംഗ് ടാസ്ക് പറയാൻ വന്നത് ഷാനവാസാണ്. ഷാനവാസ് പറഞ്ഞത് അനീഷിനോടാണ് നന്ദി പറയുന്നത്. അതിന് കാരണം ഞാൻ വന്ന മുതൽ എന്നെ മരപ്പൊട്ടാന്നും മരക്കഴുതയെന്നും മരപ്പൊട്ടാന്നും ഒക്കെ വിളിച്ചിരുന്ന അനീഷിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്നെ എത്ര എങ്ങനെയൊക്കെ വിളിച്ചാലും നിൻ്റെ ഉള്ളിൽ എന്നോടൊരു ചെറിയ ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാമെന്ന് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. ആ ഇഷ്ടം ഒരു കയ്യകലം മതി, കയ്യലകത്തപ്പുറത്തിരിക്കണമെന്ന് പറഞ്ഞെടുത്തുനിന്ന് മാറി അടുത്തിരിക്കാനുള്ള ഒരവസരം തന്ന അനീഷ് അപ്പോൾ പറഞ്ഞ്, ഷാനവാസ് ചിന്തിക്കുന്ന, ഷാനവാസ് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. നമ്മൾ രണ്ടുപേരും രണ്ട് ദിശയിലാണ് നിൽക്കുന്നത്. ഷാനവാസ് എന്നോട് സൗഹൃദം കൂടാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. എൻ്റെ മനസ്സൊരു കല്ലാണെന്നും എന്ന് പറഞ്ഞെടുത്തുനിന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. റിയാസ് സലീം വന്നിട്ട് ബിഗ് ബോസിൻ്റെ ഒരു ടാസ്കിൽ എന്നോട് അനീഷിനെ കൊണ്ട് ലവ് യു എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനായിരുന്നു ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ഒരു സിറ്റുവേഷൻ. അതിന് ഞാൻ അനീഷിനോട് എൻ്റെ സ്നേഹം അറിയിക്കുന്നു. അനീഷ് വന്ന് ഷാനവാസിനെ ഹഗ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് സോറി പറയാനുള്ളത് ലക്ഷ്മിയോടാണ്. കാരണം ഞാനിവിടെ എല്ലാവരെയും എടി പോടി എന്നൊക്കെ വിളിക്കുമായിരുന്നു. അതിന് ആരും എന്നോട് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അതൊരു തെറ്റായിട്ടോ ഒരു ചീത്ത വാക്കായിട്ടോ ഞാൻ എടുത്തില്ല. പക്ഷെ ലക്ഷ്മി എന്നോട് പറഞ്ഞ് എന്നെ അങ്ങനെ വിളിക്കല്ലും, എന്നെ പോടി എടിയെന്ന് വിളിക്കല്ലും, എടി പോടിയെന്ന് വിളിക്കല്ലെന്ന്. പക്ഷെ ഞാനത് കേട്ടില്ല. ഞാൻ വീണ്ടും ട്രിഗർ ചെയ്യാനായിട്ട് ആ എടി പോടി എന്ന് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ വിളിക്കുന്നത് തെറ്റാണെന്ന് തോന്നിയത്. അപ്പം എൻ്റെ ആ അത് തെറ്റാണെന്നറിയാതെ ഞാൻ വീണ്ടും ട്രിഗർ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഞാൻ വിളിച്ചിട്ടിരുന്നു. അത് എന്നെ തിരുത്തിയത് ലക്ഷ്മിയാണ്. ലക്ഷ്മി എന്നോട് വിളിക്കല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ട്രിഗർ ചെയ്യാൻ വേണ്ടി അതൊരു ചീത്ത വാക്കല്ലാത്തത് കൊണ്ട് ഞാൻ ആ എടി പോടിയെന്ന് വിളിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ലക്ഷ്മിയോട് സോറി എന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്മി ഇരുന്നുകൊണ്ട് പറയുന്നു, വേണ്ട സോറി ഒന്നും പറയണ്ടെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു. അപ്പം അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.